Hi everyone, good day. Hope you all are staying good. Today I'm going to talk about The Outcast written by Sharan Kumar Limbale. So let's talk about the author, okay? So Sharan Kumar Limbale is a Maharashtrian author, poet and literary critic. As he himself described, I'm a Akamashi, that means half caste. I'm condemned brand illegitimate. Educated from Gramin Vidya Vikas Vidyalay, Solapur and Shivaji University, Kolhapur. He has been committedly working towards uplift of the Dalit people. For me and for other Dalit writers, writing is a form of rebellion. Our protest is both on the street and on paper. My weapons or my words are my weapons. And penned more than 40 books, but is best known for his autobiographical novel that is Akamashi, published in 1984. It was translated as Outcast into the English by Santosh Bhumka in 2003. In Akamashis, which literally means imbuer of blood, Limbali describes a state of insecurity. It is about an untouchable family and community struggle in particular. Portray the feeble conditions of caste-based early Indian society. This extract is an anger-filled description of the caste discrimination and humiliation that the Dalit children faced. So let's move to the explanation. സോ അദ്ദേഹത്തിന് ഒരു മഹാരാഷ്ട്രീയൻ ഓതറാണ് അദ്ദേഹം. സോ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ ശരൺകുമാർ ലിംബാലെ. അദ്ദേഹം മഹാരാഷ്ട്രീയൻ ഓതറാണ്, ഒരു പോയറ്റാണ്, അതുപോലെ ലിറ്റററി ക്രിറ്റിക്കാണ്. അദ്ദേഹത്തിനെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ആം അക്കർമഷി, ഞാനൊരു ഹാഫ് കാസ്റ്റാണ്. അതായത് അദ്ദേഹത്തിന് പറയുന്നുണ്ട് ആം ലോസ്റ്റ്, ഞാനൊരു അവലനാണ്, ഞാൻ തകർന്നൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഞാനൊരു ജാരസന്തതിയാണ്, ഞാൻ ഇല്ലീഗലായിട്ടുള്ള ബ്രാൻഡ് ഇല്ലെജിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ എന്നാണ്. അപ്പോൾ എന്താണ്, ഞാൻ ഇല്ലീഗലായിട്ട് മുദ്ര കുത്തിയ ഒരാളാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഞാനൊരു ജാരസന്തതിയാണ്, ഹാഫ് കാസ്റ്റ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളും അച്ഛൻ ഉയർന്ന ജാതിയിലുള്ള പക്ഷേ ലാൻഡൊന്നും ഇല്ലാത്ത എന്തായിരുന്നു ഒരു ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ട് കാസ്റ്റിലും ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരാളായത് കൊണ്ട് അദ്ദേഹത്തിന് ഹാഫ് കാസ്റ്റ് എന്ന് പറയുന്നതും, അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഞാനൊരു ഇല്ലീഗലായിട്ട് ബ്രാൻഡ് ചെയ്ത് അല്ലെങ്കിൽ മുദ്ര കുത്തപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന് സ്വയം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുപോലെ പറയുന്നത് ഗ്രാമീൺ വികാസ് വിദ്യാലയം എന്ന് അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആയത്. അതുപോലെ തന്നെ അദ്ദേഹം ശിവാജി യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം അതിൻ്റെ ഗ്രാജുവേഷൻസും കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി ഹാസ് ബി കമ്മിറ്റ്ലി വർക്കിംഗ് ടുവാർഡ്സ് അതുപോലെ തന്നെ ദളിത് പീപ്പിളിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പല വർക്ക്ഷോപ്സ് അദ്ദേഹം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളിലും അദ്ദേഹം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ പറ്റി പറഞ്ഞത് ഇതാണ്: എനിക്കും എന്നെപ്പോലെയുള്ള മറ്റ് ദളിത് എഴുത്തുകാർക്കും എഴുത്ത് ഒരു തരം വിപ്ലവമാണെന്ന് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സമരങ്ങൾ റോഡുകളിലും പേപ്പറുകളിലുമാണ് ഞങ്ങൾ നടത്തുന്നത്. അതുപോലെ പറയുന്നത് എൻ്റെ വാക്കുകളാണ് എൻ്റെ ആയുധങ്ങൾ. അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്. അതുപോലെ 40ഓളം ബുക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അക്കർമഷി എന്ന് പറഞ്ഞ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നോൺ വർക്കായിട്ട് അറിയപ്പെട്ടുള്ളത്. അത് പബ്ലിഷ് ചെയ്ത 1984 അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഔട്ട്കാസ്റ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സന്തോഷ് ഭൂംകറാണ്. 2003 അതിൻ്റെ ട്രാൻസ്ലേഷൻ നടന്നത്. അപ്പോൾ അക്കർമഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്ററൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇമ്പ്യൂർ ഓഫ് ബ്ലഡ് എന്നാണ്. അതായത് അശുദ്ധ രക്തത്തിൽ പിറന്നവൻ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്, ഇൻസെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെയാണ് അദ്ദേഹത്തിൽ കാണിക്കുന്നത്. അദ്ദേഹം ഒരു അൺടച്ചബിൾ ഫാമിലിയിൽ പെട്ട ആളാണ്, അല്ലെങ്കിൽ അൺടച്ചബിൾ ഫാമിലി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പെട്ട ആളാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റി സ്ട്രഗിൾസ് ആണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ അത് പോർട്രേ ചെയ്യുന്നത് വീക്കായിട്ടുള്ള കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റിയിൽ ഡാർക്ക് സൈഡ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, അതിനെയാണ് ഇതിൽ നമ്മൾ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡാർക്ക് സൈഡ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് ഇന്ത്യൻ സൊസൈറ്റി, ഏർലി ഇന്ത്യൻ സൊസൈറ്റീനെയാണ് ഇത് കാണിക്കുന്നത്. അതിൻ്റെ വീക്ക് സൈഡാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ദേഷ്യം നിറഞ്ഞ ഒരു ഡിസ്ക്രിപ്ഷനാണ്, ആങ്കർഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഈ ഒരു കാസ്റ്റ് അതിൻ്റെ വേർതിരിവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആങ്കർ,
ആംഗിളിലൂടെ, അതായത് ദേഷ്യത്തോടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഹ്യൂമിലിയേഷൻ ദാറ്റ് ദളിത് ചിൽഡ്രൻ ഫേസ്ഡ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഹ്യൂമിലിയേഷൻ ഈ ദളിത് കുട്ടികൾ, അതായത് ദളിത്, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരു പിക്നിക്ക് പോയതിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു ചെറുപ്പകാലത്തിൽ കുട്ടികളായിരുന്ന സമയത്തിൽ ദളിത് ചിൽഡ്രൻ പോലും എന്താണ് ആ ഒരു ഹ്യൂമിലിയേഷൻ, ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ. And through Outcast, Limbale reveals his inner conflict of being a Dalit, and he has lived the life of untouchable as well as half-caste and upper class people. Humiliates him by calling him an Akamashi. As a result, he had to live with the burden of oppression. The story discusses the sufferings that the author and his friends came across during a picnic. അപ്പോൾ ഇതിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇന്നർ കോൺഫ്ലിക്ട്സ് ആണ് ഇതിൽ പറയുന്നത്. ദളിതായി ജനിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഹാഫ് കാസ്റ്റായി ജനിച്ചത് കൊണ്ട്, ഒരു അൺടച്ചബിളായി ജനിച്ചത് കൊണ്ട് പലതരത്തിലുള്ള ഹ്യൂമിലിയേഷൻ, അപ്പർ കാസ്റ്റ് പീപ്പിളിൽ ഒരുപാട് ഹ്യൂമിലിയേഷൻസ് നേരിടുന്നുണ്ട്. ആളുകൾ അവനെ എന്താണ് അക്കർമഷി അല്ലെങ്കിൽ ഹാഫ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അക്കർമഷിലെ ഹാഫ് കാസ്റ്റ് ജനിച്ചത് കൊണ്ട് തന്നെ അവന് ഒരുപാട് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ബേർഡൻസ് സഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ശരത്കുമാർ ലിംബാലെ. അപ്പോൾ ഈ സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സഫറിങ്സ് ആണ്. അദ്ദേഹം ചെറിയ കുട്ടിയായ സമയത്ത്, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പിക്നിക്, ഒരു സ്കൂളിൽ നിന്ന് ഒരു പിക്നിക് ഒരു ട്രിപ്പ് കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വന്ന സഫറിങ്സ് അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഈ ഒരു പാർട്ടിൽ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. So one day, all the boys and girls from our school were on picnic, but we, the Maha boys, did not know this, and so had to come to school as usual, our school bags on our backs. Then our teacher asked us to go back and get our tiffin. We were happy and we ran home like the oxen in the race on the curd day. അപ്പോൾ ഒരു ദിവസം ഇവർ സ്കൂളിലെത്തുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു കുട്ടികളോടെല്ലാം പിക്നിക്ക് പോകാൻ വേണ്ടി ഇവർ ഒരുങ്ങുകയാണ്. ഓക്കെ. അപ്പോൾ ഇവർ മഹർ വർഗത്തിൽപ്പെട്ട ഈ കുട്ടികളെ അറിഞ്ഞിട്ടില്ല. ദളിത് ഒരു ലോ കാസ്റ്റ് പീപ്പിൾ, അതായത് മഹർ. ഓക്കെ. അദ്ദേഹം മഹർ കമ്മ്യൂണിറ്റി പെട്ട ആളാണ് നമ്മുടെ ശരത്കുമാർ ലിംബാലെ. അപ്പോൾ അദ്ദേഹം പറയും മഹർ വർഗത്തിൽപ്പെട്ട ഞങ്ങൾ പിക്നിക്കിൻ്റെ കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നോർമൽ വരുന്ന പോലെ സ്കൂളിൽ ബാഗൊക്കെ തൂക്കി അവർ വരികയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു വേഗം പോയിട്ട് വീട്ടിൽ പോയിട്ട് ഉച്ചയ്ക്കുള്ള ടിഫിൻ, അതായത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ്. ഓക്കെ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇവർ കെർഡയിൽ കാളകൾ ഓടുന്ന പോലെയാണ് ഈ കുട്ടികൾ ഓടുന്നത്. ഓക്കെ. അത്രയും സന്തോഷമായിരുന്നു, എക്സൈറ്റ്മെൻറ്റാണ് അവർ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിമിനേഷൻ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ബാക്കിയുള്ള കുട്ടികളോടൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അപ്പർ കാസ്റ്റ് കുട്ടികളോടൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോവർ കാസ്റ്റ് ആയ ഈ മഹർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ദളിത് കുട്ടികളോട് മാത്രം എന്താണ് നമ്മുടെ ടീച്ചർ മുന്നേ ഇൻഫോം ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്ന എന്താണ് സോർട്ട് ഓഫ് ഡിസ്ക്രിമിനേഷൻ നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ്. And we returned with our jawar bagri and chutney tied up in the dirty rags. We joined a group of boys and girls standing in rows. Just then Bivarabai appeared holding a stalk of a dry jawar plant. She pulled Pasha from his straw, making him cry. Bivarabai dragged him off. Bivarabai would not let him go with his own picnic. Bivarabai asked Pasha to follow her on or she would kick him. She said his father had gone to dig pits without eating anything. Pasha should take food for him or he will starve the whole day. He would cut Pashas into pieces when he returned. She abused Pasha and hit him on the back. അപ്പോൾ ഇവർ വേഗം വീട്ടിൽ പോയിട്ട് ചോളം കൊണ്ടുണ്ടാക്കിയ ഒരു ചട്നിയൊക്കെ ആയിട്ട് തിരിച്ചു വരികയാണ്. ഒരു ബഗരി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്ക് പോലത്തെ ഒരു സോർട്ട് ഓഫ് ഫുഡാണ്. ഓക്കെ. അപ്പോൾ അവർ ഒരു കീറത്തുണിയിൽ പൊതിഞ്ഞിട്ടാണ് അവരത് കൊണ്ടുവന്നത്. കാരണം അവർക്ക് വേറെ ഒന്നുമില്ല, ലോവർ കാസ്റ്റ് പീപ്പിൾ ആയതുകൊണ്ട് തന്നെ അവരുടെ സഫറിങ്സും കാര്യങ്ങളും നമുക്ക് ഇതിൽ വല്ലാതെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു കീറത്തുണിയിൽ പൊതിഞ്ഞിട്ടാണ് അവർ അത് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കുട്ടികളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന സമയത്ത് ബിബരാബായി വന്നിട്ട് ഒരു ജോവർ ചെടിയുടെ ഒരു തണ്ട് എടുത്തിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വരിയിൽ നിന്ന് പാർഷ്യ എന്ന് പറഞ്ഞ കുട്ടീനെ വലിച്ചു മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവനെ വലിച്ചു മാറ്റി എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ പാർഷ്യ എന്ത് ചെയ്തു, പാർഷ്യ എന്ന് പറഞ്ഞ കുട്ടിക്ക് അറിയാൻ തുടങ്ങി. അപ്പോൾ ബീരാബായി എന്താണ് അവനെ വലിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ പിക്നിക്കിന് പോവണ്ട എന്ന് പറഞ്ഞിട്ടാണ് ബിബരാബായി അവനെ ചീത്ത പറയുന്നതൊക്കെ. അപ്പോൾ ബിബരാബായി എന്താണ് അവരോട് പറഞ്ഞു, പാർഷ്യടുത്ത് പറഞ്ഞു എൻ്റെ കൂടെ പോരെ, നിൻ്റെ അച്ഛന് രാവിലെ എന്താണ് കുഴി വെട്ടാൻ പോയതാണ്, അദ്ദേഹം ഒന്നും കഴിച്ചില്ല, നീയാണ് നമ്മുടെ അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് നീയാണ്,
അതൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് പകൽ മൊത്തം പട്ടിണിയായിരിക്കും, നീ ഇങ്ങനെ പോയാൽ വൈകുന്നേരം അച്ഛൻ വന്നാൽ നിനക്ക് നല്ല അടി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവൻ്റെ പുറത്ത് ബീറാബായി അടിക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മുടെ പാർഷ്യ ഹീ സംഹൗ മാനേജ് ടു ഗോ വിത്ത് ദം. എങ്ങനെയൊക്കെ നമ്മുടെ പിക്നിക്കിന് ഇവരുടെ കൂടെ ജോയിൻ ചെയ്തു പാർഷ്യ. And it felt strange to be moving with all the teachers, boys and girls in a single group. We were happy. Harya, who was grazing the cattle along the banks of stream, looked restless. His father had taken him away from school and put him to work. Harya was employed on Gurmalia's farm. For his hard work, he received food and 100 rupees a year. His mother did not have proper clothes most of the time. Everyone in his home was only half filled. Since Harya was working, he became an asset to the family. At the end of the year, he would get his wages. With that money, clothes would be brought for everyone. As we passed, Harya sitting on a buffalo was singing. അപ്പോൾ അവർ ആൺകുട്ടികളും പെൺകുട്ടികളും ടീച്ചേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് പോകുന്നത് വളരെ അസാധാരണമായിട്ട് തോന്നി, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് അവർ ഒന്നിച്ച് പോവാറില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അവർ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. അപ്പോൾ അവർ പോകുന്ന സമയത്ത് ഹരിയ എന്താണ് പശുക്കളെ മേയ്ക്കുകയായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹരിയ നദിയുടെ തീരത്ത് ഇരുന്നു കൊണ്ട് തന്നെ എന്താണ് അവന് ഹരിയ ഇവരെ നോക്കി എന്ന് പറയുന്നുണ്ട്. അതായത് ഹരിയ ഭയങ്കര അസ്വസ്ഥനായി കാണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇവനിങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഭയങ്കര അസ്വസ്ഥനായിട്ട് കാണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹരിയ ഇവരെ കൂടെ പഠിച്ചിരുന്നൊരു കുട്ടിയായിരുന്നു. അവൻ്റെ പഠനം അവൻ്റെ അച്ഛൻ നിർത്തിച്ചാണ്, കാരണം അവന് ജോലിക്ക് വിട്ടു. വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അവനും ജോലിക്ക് പോയാലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ പറയുന്നുണ്ട്. അപ്പോൾ ഗിർമലിൻ്റെ ഫാമിലാണ് ഹരിയ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇവന് ഒരു വർഷം നന്നായിട്ട് അധ്വാനിച്ചാൽ അവന് ഒരു വർഷം 100 രൂപയും അതുപോലത്തെ നല്ല ഭക്ഷണമൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല പറയുന്നത്. മിക്ക ദിവസങ്ങളിൽ അവൻ്റെ വീട്ടിലെല്ലാവരും പകുതി വയറ് മാത്രമേ നിറക്കാൻ പറ്റിയിട്ടുണ്ടായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹരിയെ കൂടി ജോലി ചെയ്തുകൊണ്ട് കുടുംബത്തിന് സഹായമായി മാറി. അതുപോലെ വർഷാവസാനം എന്താണ് അവന് ആ പൈസ കിട്ടുമ്പോൾ അവൻ എല്ലാവർക്കും വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും. അങ്ങനെ കുഴപ്പമില്ലാതെ അവൻ്റെ ഫാമിലി ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവരിതിലൂടെ പോകുന്ന സമയത്ത് അവന് ഒരു പോത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പാട്ട് പാടായിരുന്നു ഹരിയ. The tough boys of the group went up the trees and the other boys and the girls ran all over the place. The girls played pugadi, the teachers played the card games. There was a lot of fun and excitement. Since I was too small, I watched them from distance. The Wani and Brahmi boys played kabaddi. Since we were Mahas, we could not join them. So Malya, Umbre and Pasha, all from my caste, began to play touch and go. We played one kind of game while the high caste village boys another. After the place, we settled down to eat. Boys and girls from the high caste like Wani, Brahmin and Marwari, Muslim, Maratha and Tali, fisherman and goldsmith, and all the teachers, nearly 100, sat in a circle under a banyan tree. We, the Maha boys and girls, we asked to sit under another tree. The high caste once said a prayer before eating, which did not make any sense to us. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇവരെ ഗ്രൂപ്പിലെ അത്യാവശ്യം നല്ല ശക്തിയുള്ള കുട്ടികൾ മരത്തിൽ കയറി കളിച്ചു പറയുന്നുണ്ട്. മറ്റുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ഇവിടെ ഓടി നടന്നു. പെൺകുട്ടികൾ ഫുഗഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം കളിച്ചു. അതുപോലെ ടീച്ചേഴ്സ് കാർഡ് ഗെയിം കളിച്ചു. അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൈറ്റർ അല്ലെങ്കിൽ നമ്മുടെ ശരത്കുമാർ ലിംബാലെ വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമ്മുടെ ലിംബാൽ അതെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു, കണ്ട് ആസ്വദിക്കുമായിരുന്നു. അങ്ങനെ വാണി കാസ്റ്റിൽപ്പെട്ട അല്ലെങ്കിൽ വാണി സമുദായത്തിൽപ്പെട്ട ബ്രാഹ്മിൻ കുട്ടികളും അതായത് വാണി സമുദായത്തിൽപ്പെട്ടവരും അതുപോലെ ബ്രാഹ്മിൻ കുട്ടികളും എന്ത് ചെയ്തു, കബഡി കളിച്ചു. അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരായതുകൊണ്ട് തന്നെ ഇവർക്ക് കബഡി അലൗഡ് അല്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഇവരെ നമ്മുടെ ലോ കാസ്റ്റ് കുട്ടികളിൽ സോമല്യ, ഉംബ്രിയ, പാർഷ്യ ഇവരൊക്കെ എന്തായിരുന്നു, ഓൾ മൈ കാസ്റ്റ് ഇവരൊക്കെ എന്തായിരുന്നു എൻ്റെ കാസ്റ്റിൽപ്പെട്ട ആളുകളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു ടച്ച് ആൻഡ് ഗോ എന്ന് പറഞ്ഞ കളി കളിച്ചു, തൊട്ടുകളി പോലെ. ഓക്കെ, തൊട്ടുകളി ആയിരിക്കും മേ ബി. സോ എന്താണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഗെയിംസിൽ പോലും ഡിസ്ക്രിമിനേഷൻ ഉണ്ട് അല്ലേ. ഹൈ കാസ്റ്റ് കുട്ടികൾക്കും ലോ കാസ്റ്റ് കുട്ടികൾക്കും എന്താണ് അവർക്ക് വേറെ കളികളുണ്ട്. വി പ്ലേഡ് വൺ കൈൻഡ് ഓഫ് ഗെയിം വൈൽ. അപ്പോൾ എന്താണ് ഞങ്ങൾ
താഴ്ന്ന ജാതിക്കാരില്ല, താഴ്ന്ന സമുദായത്തിൽപ്പെട്ട കുട്ടികൾ കളിക്കുന്ന കളികളല്ല അവർ കളിച്ചു വരുന്നത്. അതിൽ കുട്ടികൾ വേറെയാണ് കളിയാണ് കളിച്ചത്. കാരണം കബഡി പോലത്തെ കളിയൊക്കെ ആകുമ്പോൾ എന്താണ്, നമ്മൾ തൊട്ട് മേലൊക്കെ തൊട്ട് ഉള്ള കളിയാണ്. അപ്പോൾ ഇവരെ തൊട്ടാൽ എന്താണ്, ഇവർ അൺടച്ചബിൾസ് ആണ് അല്ലേ, ഇവർ തൊട്ടാൽ ഇവരെന്ത് ചെയ്യും, അശുദ്ധമാവും എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ആ ഒരു കളി കളിക്കാൻ ഞങ്ങൾ അലൗഡ് അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ പറയുന്നത് എന്താ വെച്ചാൽ, കളി കഴിഞ്ഞപ്പോൾ ഇവർ പെൺകുട്ടികളും ടീച്ചേഴ്സും ഏതാണ്ട് 100ഓളം പേര്, അതായത് ഇവരൊരു ബാനിയൻ ട്രീൻ്റെ അടിയിലാണ് ഇരുന്നത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വാണി, ബ്രാഹ്മിൺ, ടെലി, മീൻപിടുത്തക്കാരുടെ മക്കൾ, സ്വർണ്ണപ്പണിക്കാരുടെ മക്കൾ, ഇവരൊക്കെ ആയിരുന്നു. മഹർ കുട്ടികളായ ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങളും ആൺകുട്ടികളും പെൺകുട്ടികളും വേറൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഇരുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവർ ഉയർന്ന ജാതിയിലെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്തോന്ന് പ്രെയർ എന്തോ ചൊല്ലും, പക്ഷേ എന്താ ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. And Parshia did not have a piece of cloth to tie up his food, so his bakris were tied with a mine. Malya had brought bombil fish. Umbria had only bakri and no chutney. We opened our bundles, and high caste children offered their food to our teacher. This was a variety of fried and tasty food. Even the tree under we sat tattered like us. Its shadow was broken. Malli gave us some of the bombil fish and we gave him bakari. If I offered my chutney to my teacher, would he eat it? Bakari of the high caste were of better quality. അപ്പോൾ പാർഷ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവന് പൊതിഞ്ഞു കൊണ്ടുപോകാൻ ഒരു തുണി കഷ്ണം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലിംബാലൻ്റെ ഭക്ഷണത്തിന് കൂടിയാണ് പാർഷ്യ അത് പൊതിഞ്ഞെന്ന് പറയുന്നുണ്ട്. മല്യ ഒരു ബോംബിൽ ഫിഷ് കൊടുന്ന് പറയുന്നുണ്ട്. ഉംബ്രിയ അതുപോലെ ബക്കറിയും ചട്നിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഏകദേശം ഒരേ സർട്ടൻ ടൈപ്പ് ഓഫ് ഒരു തരത്തിലുള്ള ഫുഡ് തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും ബണ്ടിൽ ഇവർ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഈ ഹൈ കാസ്റ്റിൽ പെട്ട കുട്ടികൾക്കൊക്കെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്രൈഡ് ഫുഡ്സ് ഉണ്ട്, ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ചതൊക്കെ ആയിട്ടുള്ള ഫുഡ്സ് ഒരുപാടുണ്ട്, വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവർ ഇരുന്നിരുന്ന മരം എന്ന് പറഞ്ഞാൽ ഒരു ഉണങ്ങിയ മരമായിരുന്നു. ആ ഒരു മരം പോലും ഇവരെ പോലെ തന്നെ ഷാറ്റേർഡ് ആയിരുന്നു പറയുന്നുണ്ട്. ഓക്കെ. അതിലെ നിഴൽ പോലും പൂർണ്ണമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ കാറ്റടിക്കുന്ന സമയത്ത് ഇവരുടെ മുഖത്ത് എന്താണ്, ആ ചൂട് കാറ്റ് ഇങ്ങനെ തട്ടുമായിരുന്നു പറയുന്നുണ്ട്. അങ്ങനെ മല്യ എന്ത് ചെയ്തു, അവൻ്റെ ബോംബിൽ ഫിഷിൽ നിന്ന് കുറച്ച് ഇവർക്ക് കൊടുത്തു. പകരം ഇവരെന്ത് ചെയ്തു, ചോള ചപ്പാത്തി ഇവർക്ക് കുറച്ച് കൊടുത്തു. അപ്പോൾ ഇവർ വിചാരിക്കുന്നത്, നമ്മൾ റൈറ്റർ വിചാരിക്കുന്നത്, എൻ്റെ ഈ ഒരു ഫുഡ് കൊടുത്താൽ, എൻ്റെ ഈ ബക്കറി കൊടുത്താൽ ടീച്ചർ കഴിക്കുമോ, ഈ ഹൈ കാസ്റ്റിലെ ആളുകളുടെ അല്ലെങ്കിൽ ഹൈ കാസ്റ്റ് പീപ്പിളിൻ്റെ ബക്കറീസൊക്കെ നല്ല ബെറ്റർ ക്വാളിറ്റി ഉള്ളതായിരിക്കും എന്നൊക്കെ ചിന്തിക്കുകയാണ്.